ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പൃഥ്വി ബീച്ച് റോഡിനടുത്ത് ഒരു ഭാഗത്ത് നിന്ന് തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഓക്കേ, താങ്ക് യു. ഞാൻ നോക്കിക്കോളാം. ഓക്കേ ചേച്ചി. പൃഥ്വി ഉടനെ തിരിച്ചെത്തും. അവൻ എന്തിനാ രാത്രി പോയതെന്ന് അറിയണം. കൊള്ളാലോ. ഇങ്ങനെയാണല്ലേ ഫസ്റ്റ് നൈറ്റിന് റൂമൊക്കെ അലങ്കരിക്കുന്നത്. ഇതൊക്കെ സത്യമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കിരൺ എന്താ ആലോചിക്കുന്നത്? ഞാൻ വെറുതെ. കിരൺ ടെൻഷനായോ? നമ്മള് കല്യാണം കഴിച്ചെന്നല്ലേ അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്? അതല്ലേ ഇങ്ങനെയൊക്കെ റെഡിയാക്കിയിരിക്കുന്നത്? അതിനിങ്ങനെ ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. 1-2 ദിവസം കൊണ്ട് നമ്മൾ ഇതെല്ലാം ആയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ആയിക്കോളും. ഇന്നത്തെ വഴക്കും ബഹളവും എല്ലാം ആയിട്ട് നല്ല തലവേദനയുണ്ട്. എന്നാ കിടന്നു. ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോ തലവേദനയൊക്കെ മാറും. കിരൺ ബെഡിൽ കിടന്നോ, ഞാൻ താഴെ കിടന്നോളാം. അത് വേണ്ട, താൻ കട്ടിൽ കിടന്നാ മതി. ഞാൻ ഇവിടെ കിടന്നോളാം. അല്ല വേണ്ട കിരൺ, ഇത് കുടിച്ചോ. കുടിച്ചോ.
ഹലോ അഖിൽ. ഹലോ ജെഡി, പൃഥ്വി ബീച്ച് റോഡിനടുത്ത് ഒരു ഭാഗത്ത് നിന്ന് തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഞാൻ നോക്കിക്കോളാം. ഓക്കെ ജെഡി. പൃഥ്വി ഉടനെ തിരിച്ചെത്തും. അവൻ എന്തിനാ രാത്രി പോയതെന്ന് അറിയണം. നമുക്ക് നോക്കാം. ഹലോ, മരുന്ന് കിട്ടി. ഓക്കെ, സൂക്ഷിക്കണം. ഡീലേഴ്സ് വരുമ്പോൾ ഞാൻ അറിയിക്കാം. ദേ, അതുവരെ സൂക്ഷിച്ചോണം. കോടികളാണ്. ഓക്കെ. ഓക്കെ. ഫോൺ നമ്പർ പറ, അഡ്രസ് പറ. നീ എവിടെ പോയതാ? സിനിമയ്ക്ക് പോയതാ സാറേ. നിർത്ത് നിർത്ത്. ആ പൃഥ്വി സാറായിരുന്നോ? എവിടെ പോയി? ഞാനേ ഓഫീസിൽ പോയിട്ട് വരുന്ന വഴിയാ. എന്താ ഇവിടെ ഒരു ചെക്കിംഗ് ഒക്കെ? ആരോ ഡ്രഗ്സ് കടത്തുന്നു ഒരു ഇൻഫർമേഷൻ കിട്ടി. അതിന്റെ ഒരു ബഹളമാ. സാറ് വയ്ക്ക. ഓക്കെ, താങ്ക് യു. ആ വണ്ടി ചെക്ക് ചെയ്തോ? അറിയുന്ന ആളാ സാറേ. ആരായാലും ചെക്ക് ചെയ്തിട്ട് വിട്ടാ മതി. ചെയ്യാം സാർ. സാറേ ഞങ്ങൾ നോക്കട്ടെ. ഒന്ന് നിർത്തിയേക്ക് സാറേ. ഇതിപ്പോ ചെക്ക് ചെയ്തിട്ട് എന്തിനാ? ഇയാൾക്ക് എന്തിന്റെ കേടാണാവോ? പുതിയ ട്രാൻസ്ജെൻഡർ ഒരു കലിപ്പ. സാറ് അടിക്കെന്ന് പറഞ്ഞേ. ശരി.